യൂട്ടിലൈസേഷൻ, ഉപയോഗിക്കുക എന്ന് പറയുന്ന വാക്ക് പോലും മലയാളികൾക്ക് ഇഷ്ടമല്ല. അവരെ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് ശരി. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ആ അവസരത്തിൻ്റെ അകത്തിരിക്കുകയാണ് അടുത്ത അവസരം. 113 വൺ ഡേ പ്രോഗ്രാം കേരളത്തിൻ്റെ 14 ജില്ലകളിൽ പോയി നടത്തി. ആ വൺ ഡേ പ്രോഗ്രാമിന് വന്നുകൊണ്ടിരിക്കുന്നവർ, സാറേ അടുത്തതൊന്നും ഇല്ലയോ, നമുക്ക് ഇത്തിരി ലോങ് ടൈം സാറിൻ്റെ കൂടെ നിന്ന് പഠിക്കണം. ആയിക്കോട്ടെ സാറേ, ഇപ്പോൾ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്ന സിഗ്നലിൽ നിന്നാണ് പുതിയ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എൻ്റെ ഡേറ്റ വെച്ചിട്ട് തീരുമാനിക്കുന്നതാണ്, ഇമോഷൻ വെച്ചിട്ടല്ല. ഡേറ്റ ബേസ്ഡ് ഡിസിഷൻ. ആ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇമോഷണൽ ഡിസിഷൻ എടുക്കുന്നു. ഡേറ്റ ബേസ്ഡ് ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഈ ക്ലബിൻ്റെ പേര് കിങ്സ് ക്ലബ് എന്നിട്ടത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇന്നുള്ള പ്രൊഡക്ട്സ് തന്നെ കൂടുതൽ വിൽക്കാൻ പറ്റുമെന്നറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് എത്ര എണ്ണം ഇനി വിൽക്കാൻ പറ്റുമെന്നറിയോ? എൻ്റെ കണക്ക് വല്ലതും ഉണ്ടോ കയ്യിൽ? എത്ര എക്സിസ്റ്റിംഗ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്?